കലാസൃഷ്ടികളെ കഥാപുസ്തകം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു കലാരൂപം. ഇതിലൂടെ ഒരു ചരിത്രം വിളിച്ചു പറയുന്നു. ക്രൈസ്തവ കലാരംഗത്ത് അമൂല്യങ്ങളായ സംഭാവനകൾ നൽകി മൺമറഞ്ഞുപോയ കലാകാരന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും ഈ ഉത്സവത്തിന് ഞങ്ങളെ പ്രാപ്തരാക്കിയ സർവശക്തരായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ഞങ്ങൾ ആരംഭിക്കുന്നു. പഴയ നിയമ ചരിത്രത്തിൽ നിന്നും, കൃത്യമായി പറഞ്ഞാൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നിന്നും പല കഥയും നോക്കി. എന്നാൽ ഇതാണ് ഏറെ ഇഷ്ടപ്പെട്ടതും അനുയോജ്യമെന്ന് തോന്നി. കാരണം കലയിലൂടെ ഒരാളുടെ മനസ്സിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ് എന്ന് ചിന്തിക്കുന്ന പക്ഷക്കാരാണ് ഞങ്ങളൊക്കെ. എല്ലാം ചെയ്തിട്ട് മാന്യതയുടെ മുഖം മൂടി ധരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ഒരു ആത്മപരിശോധനയ്ക്ക് ഈ കഥാപ്രസംഗം കാരണമായാൽ ഈ എളിയ കാതികൻ കൃതാർത്ഥനാണ്. അപ്പോൾ ഇനി കഥയിലേക്ക് കടക്കും. യാക്കോബിന്റെ സന്തതി പരമ്പരകളിൽ ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും അവരെ കനാന്റെ സമൃദ്ധിയിലേക്ക് നയിച്ച ദൈവ സ്നേഹത്തിന്റെ കഥ നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. എന്നാൽ അതിൽ ആടുകളെ മേയിച്ചു നടന്ന ഒരു ഇടയച്ചെറുക്കൻ രാജാവായി, ഉന്നതൻ, ശ്രേഷ്ഠൻ, ധൈര്യശാലി, അതിലുമുപരി കിന്നരമേറ്റി ദൈവത്തെ സ്തുതിക്കുന്നവൻ, പാപാന്തകാരൻ ബുദ്ധിയെ മറച്ച നിമിഷത്തിൽ ചെയ്തുപോയ തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിച്ച് യഹോവയ്ക്ക് പ്രിയങ്കരനായ ഐതിഹാസികമായ കഥ. ആ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇവിടെ അവതരിപ്പിക്കുന്നത്. അതെ, എന്റെ കഥയുടെ പേര് ആത്മാവിൽ ഒരു സംഗീതം. പ്രിയരെ, നിങ്ങളുടെ ശ്രദ്ധ രാജനഗരത്തിന്റെ ഉയർന്ന പ്രദേശത്ത് ഉയർത്തി വെച്ച ദീപം പോലെ നിൽക്കുന്ന രാജകൊട്ടാരം. ആ രാജകൊട്ടാരത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. രമ്യഹർമ്മമിത് കാൺമിന്നുന്നത ഗോപുരമാളിക കാണും, രമ്യഹർമ്മമിത് കാൺമിന്നുന്നത ഗോപുരമാളിക കാണും, രമ്യഹർമ്മമിത് കാൺമിന്നുന്നത ഗോപുരമാളിക കാണും. വെൺമുഖനിരകളൊരുക്കിയ നീലിമ പിന്നിലാകെയൊരിയവനികയാ, വെൺമുഖനിരകളൊരുക്കിയ നീലിമ പിന്നിലാകെയൊരിയവനികയാ, വെൺമുഖനിരകളൊരുക്കിയ നീലിമ പിന്നിലാകെയൊരിയവനികയാ, രമ്യഹർമ്മമിത് കാൺമിന്നുന്നത നീലാകാശ പശ്ചാത്തലത്തിൽ ഗോപുരമാളിക കാണും, വെൺമുകിൽ നിലകളൊരുക്കിയ നീലിമ പിന്നിലാകെയൊരിയവനികയാ, വെൺമുകിൽ നിലകളൊരുക്കിയ നീലിമ പിന്നിലാകെയൊരിയവനികയാ. ആ രാജകൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ ഉഗ്രപ്രതാപിയായ ദാവീദ് മഹാരാജാവിന്റെ കൊട്ടാരത്തിലെ ആലോചന മേശയ്ക്ക് ചുറ്റും അവർ കൂടിയിരിക്കുന്നു. അവിടെ യുദ്ധതന്ത്രങ്ങൾ രൂപം കൊള്ളുകയാണ്. ശത്രുവിനെ അരിഞ്ഞു വീഴ്ത്തുക, അതിന്റെ ലഹരിയിൽ വീണ്ടും വീണ്ടും അരിഞ്ഞു തള്ളുക, അതാണല്ലോ യുദ്ധത്തിന്റെ തത്വശാസ്ത്രം. അതുകൊണ്ടാണ് അന്ന് റബ്ബയുടെ താഴ്വരയിൽ ഉഗ്ര യുദ്ധം നടക്കുമ്പോൾ തന്റെ പുതിയ സൈന്യാധിപൻ സമർപ്പിച്ച ആക്രമണ രീതികളിൽ പഴുതും പൊളിയും ഇഴകീറി പരിശോധിക്കുന്ന തിരക്കിലായിരുന്നു ദാവീദ്. പുരികം ചൊളിഞ്ഞ് ഇവകൾ ഇറുക്കി അണച്ച് ചുരുട്ടിയ ദൃഷ്ടിയിൽ ശിരസിന് ഭാരം കൊടുത്ത് ഏകാഗ്ര ചിന്തയിൽ ദാവീദ് നിൽക്കുമ്പോൾ പ്രകൃതി പോലും ശബ്ദിക്കാറില്ല. അതെ അതെ അതെ. എന്നാൽ നിശബ്ദതയുടെ വാതായനങ്ങളെ കീറി മുറിച്ച് ഒരു ശബ്ദം, പ്രഭോ. അതോ അന്തപുരത്തിന്റെ വാതിൽ പോലും കൊട്ടുവിളിക്കാൻ ദാവീദ് അനുവദിച്ച കൊട്ടാരം ചന്ദൻ യൂദായുടെ ശബ്ദം. പതിവിലും കൂടുതൽ ഭയപ്പാട് അവൻ ശബ്ദത്തിൽ മനസ്സിലാക്കിയ ദാവീദ് പെട്ടെന്ന് തിരിഞ്ഞു കൽപ്പിച്ചു, രാജ്യസുരക്ഷയെക്കാളും വലുതായി എന്ത് കാര്യം? പറഞ്ഞു പിഴൻ പോകും. അവൻ പറഞ്ഞു, പ്രഭു, അവിടുന്ന് ക്ഷമിക്കണം. അടിയൻ വന്നത് അതിലും പ്രാധാന്യമുള്ള ഒരു കാര്യം ഉണർത്തിക്കുവാനുള്ളത് കൊണ്ടാണ്. എല്ലാ ബഹുമാനത്തോടുകൂടി അവൻ ഉണർത്തിച്ചു. ദാവീദ് ഒരു നേരം സ്തബ്ധനായി ചോദിച്ചു, രാജ്യം യുദ്ധം ചെയ്യുന്ന ഈ നേരം രാജ്യസുരക്ഷയെക്കാളും വലുതായി എന്ത് കാര്യം? പറയൂ. വിയർപ്പുകണം പൂണ്ട നെറ്റിത്തടമൊപ്പി അതിവേഗ ശ്വാസം നിയന്ത്രിച്ചിട്ടോ പിന്നെ
വീതം വനമെന്നിരുന്നിട്ടും കൊടുന്നലേ ആദരവോടും തുടർന്നിച്ചു ആ വാർത്ത. അതെ, ശ്വാസവിശ്വാസങ്ങളിൽ നിന്ന് പോലും ഒരുവന്റെ മനോവിചാരത്തിന് തീവ്രത തിരിച്ചറിയുന്ന ദാവീദിന്റെ അനുവാദം കിട്ടിയ പാടെ യൂദ വിറയാളുന്ന സ്ഥലത്തിൽ പറഞ്ഞു, പ്രഭു, യഹോവയുടെ പ്രവാചകൻ നാഥാൻ പ്രവാചകൻ വന്നിരിക്കുന്നു. ഉപചാരങ്ങൾ സ്വീകരിക്കാൻ പോലും തയ്യാറാവുന്നില്ല. കൊട്ടാര കവാടത്തിൽ നിൽക്കുകയാണ്. അങ്ങേ കാണണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത്. കേട്ടപാടെ ദാവീദ് ഭയന്നു. 1000 ചിന്തകൾ ഉള്ളിൽ അലയടിച്ചു. ശേഷം പറഞ്ഞു, എന്ത് പ്രവാചകനും ഈ നേരത്ത്, കാരണമില്ലാത്ത ഈ നേരത്ത്, കാരണമില്ലാതെ യഹോവയുടെ പ്രവാചകൻ നമ്മെ കാണാൻ വരികയില്ല. യുദ്ധതന്ത്രങ്ങളുടെ ആലോചനകൾക്ക് താൽക്കാലിക വിരാമം. എല്ലാവരും ദർബാറിൽ സന്നിഹിതരാകും. ആരെവിടെ പ്രവാചകനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങട്ടെ. വീണയെന്നി പുല്ലാങ്കുഴൽ ഊറിക്കൊണ്ട് കുയിലാകം പാടിക്കൊണ്ട് തപ്പുകളുമായി വീണക്കാർ വീണയെന്നി പുല്ലാങ്കുഴൽ ഊറിക്കൊണ്ട് കുയിലാകം പാടിക്കൊണ്ട് ചില കീഴൊന്നും മുത്തിമണികളുമാ മധുരമായി കേൾക്കും സപ്തസ്വരങ്ങളുമാ ചില കീഴൊന്നും മുത്തിമണികളുമാ മധുരമായി കേൾക്കും സപ്തസ്വരങ്ങളുമാ സ്വാഗതമേക നാഥാനെതിരേൽക്ക സ്വാഗതമേക നാഥാനെതിരേൽക്ക ഉന്മേഷമോടുന്ന് ഒരു മുഖനാ ഉന്മേഷമോടുന്ന് ഒരു മുഖനാ തപ്പുകളുമായി വീണക്കാർ വീണയെന്നി പുല്ലാങ്കുഴൽ ഊതിക്കൊണ്ട് കുയിലാകം പാടിക്കൊണ്ട് തപ്പുകളുമായി വീണക്കാർ വീണയെന്നി പുല്ലാങ്കുഴൽ ഊതിക്കൊണ്ട് കുയിലാകം പാടി. ഇത് കണ്ടിട്ട് രാജൻ തിടുക്കത്തിൽ കൊട്ടാര കവാടത്തിൽ സകല ആദരവോടുകൂടെ പ്രവാചകനെ സ്വീകരിച്ചാണ്. എന്നാൽ നാഥാൻ പ്രവാചകൻ കാശിയിൽ തീർത്തും അസ്വസ്ഥനായിരുന്നു. ആഗമനോദ്ദേശം അറിയാത്ത ദാവീദ് നന്നെ വിഷമിച്ചു. അസ്വസ്ഥനായ പ്രവാചകനെ നോക്കി ദാവീദ് യാചനാസ്വരത്തിൽ ചോദിച്ചു, എന്റെ യഹോവയുടെ ശബ്ദമായി അങ്ങ് ഇപ്പോൾ എന്നെ കാണാൻ വന്നതിൽ ഞാൻ അതിയായി സന്തോഷിച്ചു. എന്റെ ഉപചാരങ്ങൾ സ്വീകരിച്ച് അല്പനാൾ എന്റെ കൂടെ കഴിയാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. ആതിഥേയ വാക്കുകൾക്ക് അല്പം പോലും മനം കൊടുക്കാതെ ഉടനെ നാഥാൻ ഉച്ചസ്വരത്തിൽ പറഞ്ഞു, രാജാവ്, ഞാനൊരു കഥ പറയാം. സദസ് അത്ഭുതപ്പെട്ടു. യുദ്ധതന്ത്രങ്ങൾ ആലോചിക്കേണ്ട സമയത്ത് കഥയും. എങ്കിലും യഹോവയുടെ പ്രവാചകനെതിരെ വിരുവിറുക്കാൻ പോലും അവർ ഭയന്നു. അപ്പോൾ നാഥാൻ തുടർന്നു, പട്ടണത്തിൽ 2 പുരുഷന്മാരുണ്ടായിരുന്നു. ഒരുവൻ ധനികൻ, അപരൻ ദരിദ്രൻ. ധനവാന് 100 ആടുകളുണ്ടായി. ദരിദ്രനാകട്ടെ താൻ ഓമനിച്ചു വളർത്തിയ ഒരു പെണ്ണാടുമാണ്. ഒരിക്കൽ ധനവാനെ കാണാൻ ഒരു വിരുന്നുകാരൻ എത്തി. അയാൾ തന്റെ 100 ആടിൽ ഒന്നിനെ പോലും തൊടാതെ ആ പാവപ്പെട്ടവന്റെ പെണ്ണാടിനെ കൊന്ന് അവർക്ക് സദ്യ ഒരുക്കി കൊടുക്കും. ഇത്രയും കേട്ട മാത്രമേ രാജാവ് കോപാഗ്നിയിൽ ജ്വലിച്ചു. കണ്ണികൾ രക്തവർണ്ണമായി. സിരയുടെ താളം ഉച്ചസ്ഥായിലും. ഉരയിലെ വാൾ ഊരിയെടുത്ത് സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ചോദിച്ചു, ഇസ്രായേലിന്റെ രാജാവായി ഈ ദാവീദ് വാഴുകെ ഇത്രയും വലിയ അനീതിയോ? ആരാണ് പാതകി? അവനെ ഞാൻ. സമചിത്തത വീണ്ടെടുത്ത ദാവീദ് പ്രവാചകനോട് മാത്രമായി ചോദിച്ചു, പറയണ പ്രഭു, ആരാണ് മനുഷ്യൻ? ആരാണ് ആ മഹാ അപരാധം ചെയ്ത നീചപാതകി? ധർമ്മരോഷത്താൽ തിളയ്ക്കുന്ന രാജാവിന്റെ സുധീര വചനത്തിൽ നോക്കി പുച്ഛത്തോടെ ഒന്ന് മന്ദഹസിച്ച് കൊട്ടാര ഭിത്തികൾ നടുങ്ങുമാറ പ്രവാചകൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. യുഗങ്ങൾ അലയടിക്കുമാറി കേട്ട ആ വാക്കുകളിൽ പതറി ദാവീദ് സിംഹാസനത്തിന്റെ പടവുകളിൽ തളർന്നു. കേട്ടവരെല്ലാം നടുങ്ങി. എല്ലാവരും പരസ്പരം ചോദിച്ചു, മഹാരാജൻ, നമ്മുടെ മഹാരാജൻ, അതെ, എന്താണ് ദാവീദ് ചെയ്ത പതകം? എന്താണ് നാഥൻ പറഞ്ഞതിന്റെ അന്തരാർത്ഥം? നിങ്ങൾക്ക് അറിയണ്ടേ? അതെ, കുറച്ചു നാൾ മുമ്പ് നടന്ന ഒരു കഥയാണ്.
ഒടുങ്ങാത്ത കാമത്തിന്റെ നാണം കെട്ട കഥ, കർശനമായ ക്രൗരത്തിന്റെ ഭീഷണമായ കഥ, ആറും കൊലപാതകത്തിന്റെ ചോരക്കര പുരണ്ട കഥ. അതെ, ഒരു നാൾ സന്ധ്യയോടടുത്ത സമയം രാജാവ് മട്ടുപ്പാവിൽ ഉലാത്തുകയാണ്. അപ്പോഴാ കൊട്ടാരക്കെട്ടിനും അപ്പുറം സുന്ദരിയായ ഒരു യുവതി താമരപ്പൊയ്കയിൽ കുളിച്ച് തന്റെ കവിതകൾ ഈണം ചേർത്ത് പാടും. പാതി മയങ്ങിയ സൂര്യപ്രഭയിൽ തിളങ്ങിയ അവളുടെ നനുത്ത മേനിയഴകും വേണുനാഥം പോലെ സുന്ദരമായ കണ്ഠമധുരമയും അവനെ വല്ലാതെ ആകർഷിച്ചു. കവർന്നെടുത്തുവോ കാർമേഘം നിൻ കാത്തുതലിൽ നീയാലേ, കവർന്നെടുത്തുവോ കാർമേഘം നിൻ കാത്തുതലിൽ നീയാലേ, കവർന്നെടുത്തുവോ കാർമേഘം നിൻ കാത്തുതലിൽ നീയാലേ. ഉടനെ കൊട്ടാരൻ സേവകനെ വിളിച്ചു ചോദിച്ചു, എന്റെ ഹൃദയതാളം തെറ്റിക്കുന്ന ആ സൗന്ദര്യധാമമാര് ഉടൻ പോയി അറിഞ്ഞുകൊണ്ട് വരൂ. സേവകൻ തിരിച്ചു വന്ന് ഉണർത്തിച്ചു, പ്രഭു, അത് അങ്ങയുടെ സൈനാധിപൻ ഊര്യാവിന്റെ ഭാര്യ ബത്സേബയാണ്. ശരി, നിനക്ക് പോകാം, രാജൻ കൽപ്പിച്ചു. ഉള്ളിൽ കൊണ്ടൊരു അതിമോഹത്തിൽ മനമതി പലവതി പരതുമ്പോൾ പ്രണയാതുരനായി പരവശനായി നിദ്രവിഹീനം ആരാവ്. ഉള്ളിൽ പൂണ്ടോരതിമോഹത്തിൽ മനമത് പലവിധി പരതുമ്പോൾ പ്രണയാതുരനായി പരവശനായി നിദ്രവിഹീനം ആരാവ്. ഉള്ളിൽ പൂണ്ടോരതിമോഹത്തിൽ മനമത് പലവിധി പരതുമ്പോൾ പ്രണയാതുരനായി പരവശനായി നിദ്രവിഹീനം ആരാവ്. രാജാവ് ഉറങ്ങിയില്ല. രാവേറെയായി പള്ളിമെത്തയിൽ പട്ടിൽ ശയിച്ചിട്ടും നിദ്രാദേവി കനിയുന്നേ ഇല്ല. പ്രണയാതുരനാ പരവശനായി നിദ്രവിഹീനം ആരാവ്. കാരണം ഒരിക്കലും കടിഞ്ഞാൻ അണിയാത്ത കാട്ടുകുതിരകൾ അവന്റെ മനസ്സിൽ ഇങ്ങനെ പരക്കം പായുകയായിരിക്കും. പിറ്റന്നാൾ പ്രഭാതത്തിൽ തന്നെ രാജാവ് അവളെ തന്റെ അന്തഃപുരത്തിലേക്ക് വിളിപ്പിച്ചു. ഒരു ദാസനെ പോലെ അവളുടെ മുന്നിൽ നിന്ന് ദാവീദ് ഇങ്ങനെ കേൾവി, ഇണപ്രാവുകളുടെ അധരമുള്ള മധൂർ എന്ന സുന്ദരി, നീ എനിക്ക് സ്വന്തമാണ്. പെട്ടെന്ന് ഭയന്നവൾ പറഞ്ഞു, പ്രഭു, അരുത്, ഞാൻ അങ്ങയുടെ വിശ്വസ്തദാസൻ ഊര്യാവിന്റെ ഭാര്യ. അവളുടെ ഭയം കണ്ട് രാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓഹോ, അയ്യോ, ഞാൻ അറിഞ്ഞില്ല. ഇതാണോ നീ പ്രതീക്ഷിച്ച ഉത്തരം? കാമം അന്ധത പരത്തിയ വനിതയിൽ ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നാം ഇസ്രായേലിന്റെ രാജാവാണ്, നീ നമ്മുടെ പ്രജയും. ഇവിടെ എന്തും ഏതും എന്റെ സ്വന്തമാണ്, എന്തും എന്റേത് മാത്രം. അന്തപുരത്തിലെ അധികാര ഗർഭിനും പുരുഷഗാത്രത്തിന്റെ മുഷ്ടിക്ക് മുന്നിൽ ശിരസ് നമിച്ചു നിന്നവൾ ആ പകലിൽ അങ്ങനെ ദാവീദിന്റെ സ്വന്തമാണ്. ഒന്നിനെ സ്വന്തമാക്കുമ്പോൾ മറ്റൊന്നും തടസ്സം വരുന്നത് എന്തിനേയും നശിപ്പിക്കപ്പെടണമെന്ന പൈശാചിക ചിന്ത ദാവീദിനെയും കീഴടക്കി. ബത്സേബയെ സ്വന്തമാക്കുവാൻ വേണ്ടി ഊരിയെ ഇല്ലാതാക്കാൻ അവർ തീരുമാനിച്ചു. മുൻകൂട്ടി പദ്ധതി ചെയ്യാത്ത ചില യുദ്ധ നീക്കങ്ങളിൽ അവനെ സൈന്യത്തിന്റെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്തു. പാവം, അധീരനായ പോരാളി രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായി. പടയറിയാതെ പോരിനിറങ്ങിയ പടയാളിയവൻ പടുമൃതിയാണ്ടു. പടയറിയാതെ പോരിനിറങ്ങിയ പടയാളിയവൻ പടുമൃതിയാണ്ടു. ഊരിയുടെ രക്തസാക്ഷിത്വം രാജാവിനാൽ ഏറെ വാഴ്ത്തപ്പെട്ടു. ഊര്യാവിനുള്ള ബഹുമാനാർത്ഥം അദ്ദേഹത്തിന്റെ വിധവയെ മഹാരാജാവ് വേളി കഴിച്ചു. പോരാത്തതിന് പട്ടമഹിഷ്യമാക്കി. ദാവീദിന്റെ ചെയ്തികൾ ജനം വാഴ്ത്തി പാടി. ആരും ഒന്നും അറിഞ്ഞില്ല. എല്ലാം ശുദ്ധം ശുഭം. ദാവീദ് തന്നിലേക്ക് തന്നെ നോക്കി. ഒന്ന് ഊരിച്ചു. പക്ഷേ
ദൈവമെല്ലാം അറിയുന്നു, മനസ്സിന്റെ വിചാരങ്ങൾ മനസ്സിലാക്കുന്നു. ഇരുട്ടത്ത് നടക്കുന്നത് വെളിച്ചത്ത് പറയുന്നു, അറയിൽ നടക്കുന്നത് പുറപ്പുറത്ത് പ്രഘോഷിക്കുന്നു. അതുകൊണ്ടാണ് പ്രവാചകന്റെ വാക്കുകൾ കേട്ട മാത്രമേ ഉള്ളിൽ കുഴിച്ചുമൂടിയ തന്റെ പാതകം യഹോവ അറിഞ്ഞിരിക്കുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഇന്നവൻ പശ്ചാത്തലത്താൽ ഏറുകയാണ്. സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങി ചാക്കൊടുത്ത് ചാരം പൂശി നിലത്ത് കിടന്ന് തന്റെ പാപത്തെ ഓർത്ത് അവൻ പശ്ചാത്തലത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എന്നിൽ കനിയേണമേ, കുറ്റങ്ങളെല്ലാം പൊറുക്കേണമേ, ദീനമാമെന്റെ വിലാപം നിന്റെ ചെവികളിലെത്തേണമേ. കർത്താവേ, എന്നിൽ കണ്ണീരുകൊണ്ട് ആത്മാവിനെ സങ്കീർത്തനങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. കുറ്റങ്ങളെല്ലാം പൊറുക്കേണമേ, ദീനമാമെന്റെ വിലാപം നിന്റെ ചെവികളിലെത്തേണമേ. തന്റെ ജനതയുടെ കണ്ണീർ മനസ്സിലിരുന്ന ദൈവം അവനോട് പാവക്കറവേണ്ട മനസ്സിനെ കണ്ടി ഹിമം പോലെ ശോഭയുള്ളതാണ്. അവന്റെ സകല പ്രതാപത്തിലും അവനെ തിരിച്ചു കൊണ്ടുവന്നു. യഹോവയുള്ള വിശ്വസ്തതയിൽ അവൻ വീണ്ടും ഇസ്രായേലിനെ ഭരിച്ചു. പ്രിയരെ, കഥ ഇവിടെ അവസാനിക്കുന്നു. അതിനു മുമ്പ് ഒരു ചോദ്യം. ചിന്തയുടെ ഇരുളുകളിൽ ലോകമറിയാതെ ഒരുപാട് കുറ്റങ്ങൾ നമ്മളും ചെയ്തു കൂട്ടുന്നുണ്ടാകാം. തുറക്കാത്ത ഹൃദയമായി മുഖം മൂടികൾ ധരിച്ച് ലോകത്തിന്റെ പ്രശംസകൾ അവോളം നേടി ജീവിക്കുന്നവരുമാണ്. എന്നാൽ എല്ലാം അറിയുന്ന നാഥൻ നിന്റെ തിരിച്ചു വരവിനായി കാത്തിരിക്കുന്നു. ഉള്ളറിഞ്ഞ് നീ നിന്റെ ചെയ്തികൾ കാരണം നീറിയാൽ, പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ചാൽ, ഒന്ന് കരഞ്ഞാൽ, ഒരു വേള ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ, കരുണയുള്ള ആ സ്നേഹം നമ്മളിലും വളരും. കർത്താവേ, എന്നിൽ കനിയേണമേ, ദുഃഖങ്ങളെല്ലാം പൊറുക്കേണമേ, ദീനമാമെന്റെ വിലാപം നിന്റെ ചെവികളിലെത്തേണമേ. സ്നേഹിതരെ, ദൈവം അറിയാതെ ഒരു സൃഷ്ടിയും ഇവിടെ നടക്കുന്നില്ല. ഓരോ സൃഷ്ടിക്കും ഓരോ ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശം എന്താണെന്നും അതിന്റെ ലക്ഷ്യപ്രാപ്തി എന്താണെന്നും മനുഷ്യജന്മം എടുത്തുവന്ന് നമ്മെ പഠിപ്പിച്ചവനാണ് നമ്മുടെ ദൈവം. അതിന്റെ സത്യം ഉൾക്കൊണ്ടാണോ നമ്മുടെ ജീവിതമെന്ന് ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. 2018 വർഷത്തെ പുതിയ തീരുമാനങ്ങളോടുകൂടി, പുതിയ മാറ്റങ്ങളോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. നാം ഈ ഭൂമിയിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അനന്തര ഫലമാകും നമ്മുടെ പരദീസയിലെ വാസം. അവിടെയാണ് യഥാർത്ഥ ഉല്ലാസവാസം. അവിടെ എത്താൻ മധുര കിനാക്കളുമായി നമുക്ക് കാത്തിരിക്കാം. വാനത്തിൽ ഏറി വരുന്ന നാഥനെ എതിരേൽക്കാൻ മനസ്സുകൊണ്ട് നമുക്ക് തയ്യാറാകാം. സ്വർഗമെന്ന ആ സത്യത്തിൽ എത്തിച്ചേരാൻ നമ്മൾ തയ്യാറാകാം. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഒരു ആട്ടിൻകുട്ടിയെ പോലും നഷ്ടപ്പെടാതെ നമ്മുടെ ഇടേന്റെ അടുക്കിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം. ഉല്ലാസവാസത്തിനായി കാക്കുന്നോരേ, മധുരക്കിനാക്കളുമായി കാത്തിരിക്കുന്നോരേ, ഉല്ലാസവാസത്തിനായി കാക്കുന്നോരേ, മധുരക്കിനാക്കളുമായി കാത്തിരിക്കുന്നോരേ. ഒരു നാളവൻ വരും, വാനത്തേരിലേറി വരും, ഒരു നാളവൻ വരും, വാനത്തേരിലേറി വരും, പൊൻവണ്ണ ശോഭയുമായി തൻ കോടി ദൂതരുമായി, പൊൻവണ്ണ ശോഭയുമായി തൻ കോടി ദൂതരുമായി. ഉല്ലാസവാസത്തിനായി കാക്കുന്നോരേ, മധുരക്കിനാക്കളുമായി കാത്തിരിക്കുന്നോരേ, ഉല്ലാസവാസത്തിനായി കാക്കുന്നോരേ, മധുരക്കിനാക്കളുമായി കാത്തിരിക്കുന്നോരേ. തപ്പുള്ളോർ തപ്പുകളുമായി, വീണക്കാർ വീണയെന്നി, പുല്ലാങ്കുഴൽ ഊതിക്കൊണ്ട് കുയിൽനാദം പാടിക്കൊണ്ട്, തപ്പുള്ളോർ തപ്പുകളുമായി, വീണക്കാർ വീണയെന്നി, പുല്ലാങ്കുഴൽ ഊതിക്കൊണ്ട് കുയിൽനാദം പാടിക്കൊണ്ട്, ചില ചില കീഴും മുത്തിൻ മണികളുമായി, മധുരമായി കേൾക്കും ശബ്ദസ്വരങ്ങളുമായി, ചില ചില കീഴങ്ങും ഒത്തിപ്പണികളുമായി, മധുരമായി കേൾക്കും ശബ്ദസ്വരങ്ങളുമായി. ഹല്ലേലൂയ പാടാം, നാഥനെ
ഒരുങ്ങുകതാ ഉല്ലാസയാത്രയ്ക്കായി ഒരുങ്ങുകതാ ഉല്ലാസവാസത്തിനായി കാക്കുന്നോരേ മധുരക്കീനാക്കളുമായി കാത്തിരിക്കുന്നോരേ ഉല്ലാസവാസത്തിനായി കാക്കുന്നോരേ മധുരക്കീനാക്കളുമായി കാത്തിരിക്കുന്നോരേ ഒരു നാളവൻ വരും വനത്തേരിലേറി വരും ഒരു നാളവൻ വരും വനത്തേരിലേറി വരും പൊൻവണ്ണ ശോഭയുവാൻ തൻ കോടി നുകരുവാൻ പൊൻവണ്ണ ശോഭയുവാൻ തൻ കോടി നുകരുവാൻ ഉല്ലാസവാസത്തിനായി കാക്കുന്നോരേ കാണും നാം സ്വർഗമെന്തൊരു നാട് കാണും നാം സ്വർഗമെന്നൊരു നാട് കൺമിണ്ടും ശോഭയുള്ളൊരു നാട് കണ്ണിനും ശോഭയുള്ളൊരു നാട് ശ്രീയസുരാജനുള്ളൊരു നാട് ശ്രീയേശുരാജനുള്ളൊരു നാട് നമുക്കയൊരുക്കുന്ന നാട് നമുക്കൊരുക്കുന്ന നാട് ചേരവേണം പോകവേണം നാം എല്ലാവരുമേ ചേരവേണം പോകവേണം നാം എല്ലാവരുമേ ഉല്ലാസവാസത്തിനായി കാക്കുന്നോരേ മധുരകീനാക്കളുമായി കാത്തിരിക്കുന്നോരേ ഉല്ലാസവാസത്തിനായി കാക്കുന്നോരേ മധുരകീനാക്കളുമായി കാത്തിരിക്കുന്നോരേ ഒരു നാളവൻ വരും വനത്തേരിലേറി വരും ഒരു നാളവൻ വരും വനത്തേരിലേറി വരും പൊൻവണ്ണ ശോഭയുവാൻ തൻ കോടി ദൂതരുവാൻ പൊൻവണ്ണ ശോഭയുവാൻ തൻ കോടി ദൂതരുവാൻ തപ്പുള്ള പാട്ടുകളുമായി വീണക്കാർ വീണയേന്തി പുല്ലാങ്കുഴൽ ഊതിക്കൊണ്ട് പുല്ലാതം പാടിക്കൊണ്ട് തപ്പുകളുമായി വീണക്കാർ വീണയേന്തി പുല്ലാങ്കുഴൽ ഊതിക്കൊണ്ട് പുല്ലാതം പാടിക്കൊണ്ട് ചില കീഴുന്നു മുത്തിമണികളുമായി മധുരമായി കേൾക്കും ശബ്ദസ്വരങ്ങളുമായി ചില കീഴുന്നു മുത്തിമണികളുമായി മധുരമായി കേൾക്കും ശബ്ദസ്വരങ്ങളുമായി ഹല്ലേലൂയ പാടാം ഉല്ലാസയാത്രക്കാർ ഒരു കാണുമ്പ സ്വർഗമെന്തൊരു നാട് കാണുന്ന സ്വർഗമെന്നൊരു നാട് കണ്ണിന്റെ ശോഭയുള്ളൊരു നാട് കണ്ണിനും ശോഭയുള്ളൊരു നാട് ശ്രീയസുരാജനുള്ളൊരു നാട് ശ്രീയേശുരാജനുള്ളൊരു നാട് നമുക്കയൊരുക്കുന്ന നാട് നമുക്കൊരുക്കുന്ന നാട് ചേരവേണം പോകവേണം നാം എല്ലാവരുമേ ചേരവേണം പോകവേണം നാം എല്ലാവരുമേ ഉല്ലാസവാസത്തിനായി കാക്കുന്നോരേ മധുരക്കീനാക്കളുമായി കാത്തിരിക്കുന്നോരേ ഉല്ലാസവാസത്തിനായി കാക്കുന്നോരേ മധുരക്കീനാക്കളുമായി കാത്തിരിക്കുന്നോരേ ഒരു നാളവൻ വരും വനത്തേരിലേറി വരും ഒരു നാളവൻ വരും വനത്തേരിലേറി വരും പൊൻവണ്ണ ശോഭയുമായി തൻ കോടി ദൂതരുവാൻ പൊൻവണ്ണ ശോഭ